സ്റ്റാർട്ട് ചെയ്യാം. മണി ബ്ലോക്കിന് കാരണം ഖുർആൻ ഉൾക്കൊള്ളാത്തതാണ് എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്ക്. ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ ഒരുപാട് ആളുകൾ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചുകൊണ്ട് കടങ്ങളായിക്കൊണ്ട് പല പ്രശ്നങ്ങളിലൂടെ പോകുന്ന ജനങ്ങളെയാണ് നമുക്ക് ചുറ്റിലും കാണാൻ പറ്റുന്നത്. ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള പണം ലഭിക്കുന്നില്ല, ഇനി വല്ല കടങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആളുകൾ ആയി എന്ന് പഠനം നടത്തിയപ്പോ മനസ്സിലായ ഒരു സത്യം, കാരണം ഖുർആനിനെ ശരിക്ക് നമ്മൾ ഉൾക്കൊള്ളാത്തതാണ് നമ്മൾ സാമ്പത്തികമായി ഇത്രയും പ്രയാസങ്ങളിലൂടെ പോവേണ്ടി വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ, ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട്, ഈ 15 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് എന്താണ് ഉൾക്കൊണ്ടത് എന്നൊന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഊരവേദനക്കും കുറവുണ്ട്, പിന്നെ ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. ഇതാരാ പറയുന്നത്? ഫാത്തിമ സൂറയാണ്. ഓക്കെ. ഊരവേദന, ഹെൽത്ത് മാറ്റം വന്നിണ് അല്ലെ? ഹെൽത്തിന്റെ കാര്യത്തില് കുറച്ചൊക്കെ വേദന ഉണ്ട്, എന്നാലും കുറെയൊക്കെ മാറ്റം തന്നെയാണ്. ഒരു എനർജി കിട്ടീന്, എല്ലാതും ചെയ്യാന്നൊക്കെ ഒരു അങ്ങനെ ഒരു എനർജി. മാനസികാവസ്ഥയില് മാറ്റം വന്നിണ്. ടെൻഷനും കുറെ മാറ്റമുണ്ട്. ടെൻഷനും മാറ്റമുണ്ട്. കുറെയൊക്കെ കേട്ട അനുഭവത്തിൽ എനിക്ക് വളരെയധികം മാറ്റമുണ്ട്. ഒന്നാമത്തെ മനസ്സിന്റെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ഇതായിട്ട് വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ എന്ത് നേരിടാ, എന്ത് ആരും പറഞ്ഞാലും അവർക്ക് മൈൻഡ് ചെയ്യാതെ, പിന്നെ നമുക്ക് എന്ത് ടെൻഷൻ വരികയാണെങ്കിലും അതിനെ നേരിടാനുള്ള ഒരു പവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്ലാസ്സിലൂടെ. അതാണ് കിട്ടേണ്ടത്. അതാണ് എന്റെയൊക്കെ എപ്പോഴും ഇപ്പൊ നമ്മൾ എങ്ങനെ ആലോചിക്കുകയാണെങ്കിലും നമുക്ക് നെഗറ്റീവ് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ അപ്പൊ അതല്ല വരേണ്ടത് എന്നുള്ളത് അങ്ങോട്ട് ചിന്തിച്ച് മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ തന്നെ എന്ത് പ്രോബ്ലം നമ്മളെ മുന്നിലേക്ക് വന്നാലും നമുക്ക് അത് തരണം ചെയ്യാനും. സക്കീനക്ക് പറയാൻ കഴിയോ? സക്കീന പറഞ്ഞു. പിന്നെ ക്ലാസ്സിന് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ചിന്തകളാണ്, വെറും നെഗറ്റീവ് ചിന്തകള്. ഇപ്പൊ ആ നെഗറ്റീവ് ചിന്തകളൊന്നും ഇല്ല, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ സന്തോഷം എന്നാവുന്ന ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് എപ്പോഴും സങ്കടത്തിനോടാണ് നമ്മള് കൂടുതലും ഓർത്ത് വെച്ചിരിക്കണത്. അപ്പൊ അതൊക്കെ പോയി ഇപ്പൊ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല ഉറക്കമുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടോ ഹെൽത്ത് സംബന്ധമായിട്ടോ ഒക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. സാമ്പത്തികമായിട്ട് മാറ്റം വരുന്നുണ്ട് ഇപ്പൊ. മാറ്റം മുംതസിന് പറയാൻ കഴിയോ? അൽഹംദുലില്ലാ, ഞാന് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ഒരാളായിരുന്നു. അപ്പം നേരത്തെ ക്ലാസ് കേട്ടിരുന്നു, അത് തുടർച്ചയായി കൊണ്ടുവരാത്തോണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പം ഈ ക്ലാസ്സിൽ കയറി ഞാൻ തുടർന്ന് കൊണ്ടുവരുന്നോണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. മനസ്സിന് ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആരോഗ്യപരമായി പറഞ്ഞാൽ ഞാൻ ബാക്ക് പെയിന്റെ ഒരാളായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അതിന് നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിങ്ങനെ തുടർന്നു പോയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും തന്നെയാണ് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തുടർന്ന് പോകണമെന്നാണ് മനസ്സിലുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മാറ്റങ്ങൾ, മനസ്സിന് ധൈര്യം കിട്ടിയിട്ടുണ്ട്. നേരിടാനുള്ള ഒരു ആത്മധൈര്യം ഒക്കെ ഉണ്ട് ഉള്ളിൽ. എന്തും നേരിടാന്നുള്ള ഒരു ആത്മധൈര്യം കിട്ടിയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. എന്തോ പ്രയാസം കൊണ്ട് കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്നാല് ഞാൻ വിഷയത്തിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മള് ഈ ലോകത്ത് ഗൾഫ് രാജ്യങ്ങളൊക്കെ ശരിക്ക് ദരിദ്രാവസ്ഥയിലാണോ സാമ്പത്തികമായി ഉയർന്ന അവസ്ഥയിലാണോ ഉള്ളത്? സാമ്പത്തികമായി ഉയർന്ന അവസ്ഥയിൽ. കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഒഴുകുന്നത് അങ്ങോട്ടാണ്. നമ്മളെയൊക്കെ കേരളത്തിന്റെ ഒക്കെ സമ്പത്തിന്റെ നട്ടെല്ല് തന്നെ ഇത്തരം രാജ്യങ്ങളാണ് അല്ലെ? പക്ഷെ എന്തുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അവരെ പോലെ
സാമ്പത്തികമായിട്ട് ഉയർന്ന അവസ്ഥയിലും രാജ്യം നമ്മുടെ പ്രദേശങ്ങൾ തന്നെ നല്ല സെറ്റപ്പിലൊന്നും ആക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഹൈടെക് ഹൈ ലെവലിലുള്ള സെറ്റപ്പുകളാണ് എല്ലാം. നല്ല നല്ല എല്ലാവിധ വികസനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവസ്ഥയിലാണ് അവരൊക്കെ ഉള്ളത്. അപ്പോൾ ശരിക്കും പ്രകൃതി ഭംഗി കൊണ്ടൊക്കെ മനോഹരമായിട്ടുള്ള നമ്മുടെ കേരളത്തിലൊന്നും നമ്മുടെ പ്രദേശങ്ങളിലൊന്നും എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, അവരൊക്കെ ശരിക്കും ഖുർആന്റെ ആശയങ്ങൾ നന്നായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഖുർആനില് പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ബക്കറയിൽ തന്നെ പറയുന്നുണ്ട്. ഈ ബക്കറയിലുള്ള ഒരായത്ത് മതി എന്തുകൊണ്ട് നമ്മൾ പാവങ്ങളായി എന്നുള്ള ചോദ്യത്തിന് മറുപടി വരുന്നുണ്ട്. വാലമു അന്നല്ലാഹ, ആ ആയത്തില് സൂറത്ത് ബക്കറയിലെ 276 267 267 ആ ആയത്തിൽ പറയുന്നുണ്ട്, എന്താണ് സാമ്പത്തിക പ്രയാസം, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉള്ളവർ എന്ത് ചെയ്യണം? പാവങ്ങൾക്ക് അതിൽ നിന്നൊരു വിഹിതം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ധർമ്മം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നല്ലാഹ വലിയുൻ ഹമീദ്, ആ ബക്കറയിൽ കൂടാതെ 6 സ്ഥലത്ത് പറയുന്നുണ്ട് ഇന്നല്ലാഹ വലിയുൻ ഹമീദ്, അള്ളാഹു ധനികനാണ്, സ്തുത്യർഹനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൃഷ്ടാവ് ധനികനാണെങ്കിൽ എന്തുകൊണ്ട് സൃഷ്ടികൾ വളരെ പാവപ്പെട്ടൊരവസ്ഥയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടി വന്നു? സാമ്പത്തികമായിട്ട് ഉയർന്നവരുണ്ട്, പക്ഷെ ഹൈ ലെവലിൽ ഉയർന്ന ആളുകൾ എണ്ണപ്പെട്ട ആളുകളേ ഉള്ളൂ. ശതകോടീശ്വരന്മാരൊക്കെ ആയ ആളുകൾ എണ്ണിയാ തീരുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലൊക്കെ പരിശോധിച്ചാൽ ഉണ്ടാവുക. ഒരു മീഡിയം സൈസിലും ഉള്ളവരും വളരെ കുറവാണ്. പാവപ്പെട്ട അവസ്ഥയിൽ പണക്കാരിപ്പോ ബാഹ്യമായിട്ട് നമ്മൾ കണ്ട വലിയ വീടും ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അവരൊക്കെ കടത്തിലൂടെയാണോ ഇതൊക്കെ നേടിയത്? സമ്പത്തിന്റെ കാര്യത്തിൽ അവരൊക്കെ സമാധാനത്തിലാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയൂല. ഇപ്പൊ ഒരാൾ എന്നെ പരിചയപ്പെട്ടപ്പോ അയാൾ പറഞ്ഞൊരു അനുഭവം, ഒരു ദിവസം ബാങ്കിൽ 1.5 ലക്ഷം അടക്കാൻ വേണ്ടിയിട്ട് പോയി. അന്നപ്പോ അയാൾ ഇങ്ങനെ അടക്കാൻ പറ്റായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പണ്ട് വലിയൊരു വിലപിടിപ്പുള്ള ഒരു കാറിൽ ഒരാള് ഇങ്ങനെ വന്ന് തന്നെ. അപ്പൊ ഇയാൾക്ക് പരിചയമുള്ള ആളാ. അപ്പൊ പരിചയപ്പെട്ടപ്പോ പറയാണ്, എത്രയോ 1 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞു. അത് എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ അടക്കും എന്ന് മനസ്സിലാവാതെ, ഒരു പിടുത്തം കിട്ടാതെയാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അപ്പൊ 1.5 ലക്ഷം അടക്കാനുള്ള അയാൾക്ക് ഭയങ്കര സമാധാനമാണ് വന്നത്. ഇങ്ങനെയാണ് നമ്മളുടെയൊക്കെ അവസ്ഥ. എങ്ങനെ പണത്തിലേക്ക് എത്താം എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം ഇത്തരം ആളുകളും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ആശ്വാസം കണ്ടെത്തണം. കാരണം എന്നെ പോലെ കടം ഈ വലിയ കാറുള്ളവനും ഉണ്ടല്ലോ എന്നാണ് അയാള് അപ്പൊ ആശ്വാസം കണ്ടെത്തി. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും എത്തിപ്പെട്ടത് പണത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, പണം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ദരിദ്രനാവാം, എങ്ങനെ രോഗിയാവാം എന്നുള്ളതിൽ PhD എടുത്തു കൊടുക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം ആളുകളുടെയും ജീവിതാവസ്ഥ കണ്ടാലും. അധിക ആളുകളും ആശുപത്രി ബില്ലടക്കാൻ കഴിയാതെ, ടെസ്റ്റിനും കാര്യങ്ങൾക്കൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റാതെ, അങ്ങനെ കടത്തിലൂടെ നീങ്ങുന്ന, സാമ്പത്തികമായിട്ട് തകർന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മളെല്ലാം ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ദരിദ്രാവസ്ഥയിലൂടെ, പ്രയാസങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, കടത്തിലൂടെ പോവേണ്ടി വന്നു എന്ന ചോദ്യത്തിന് നമുക്ക് ശരിയായ ഉത്തരമാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് തരുന്നത്. ഇന്നല്ലാഹ വലിയുൻ ഹമീദ് എന്ന് പറയുമ്പോൾ അള്ളാഹു ധനികനും സ്തുത്യർഹനുമാകുന്നു. അപ്പോ സൃഷ്ടാവ് ധനികനായ അവസ്ഥയിൽ, ബ്ലെസ്സിങ്ങിലുള്ള അവസ്ഥയിൽ നമ്മൾ സൃഷ്ടി എന്തുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് എത്തുന്നില്ല എന്ന് പഠിക്കുമ്പോൾ, എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ബ്ലോക്കുകൾ ആ സൃഷ്ടാവിലേക്ക് അടുപ്പിക്കുന്നതിന്, നമ്മൾ ആരാധനാകർമ്മങ്ങൾ അമ്പലത്തിലും ചർച്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിലും യഥാർത്ഥമായിട്ട് ആ സൃഷ്ടാവുമായിട്ട് അടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ സാമ്പത്തികമായി പ്രയാസങ്ങളിലൂടെ പോകേണ്ടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് എനർജി, പണം ഒരു എനർജിയാണ്.
എല്ലാം എനർജിയാണ്. നമ്മളെ ഉള്ളിലും എനർജിയാണ്, ഈ പ്രപഞ്ചവും ഒക്കെ എനർജിയാണ്. അപ്പോ യഥാർത്ഥ എനർജി, പണത്തിന്റെ ആ യഥാർത്ഥ എനർജി നമ്മളിലേക്ക് ഒഴുകാതിരിക്കണമെങ്കിൽ ആ ഒഴുക്കിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ള് ക്ലീൻ ആവുമ്പോഴാണ്, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ വേണ്ടാത്തത് ആ എനർജിയിലേക്ക് പിടിച്ചത് കൊണ്ടാണ് എത്ര പണം ഉണ്ടെങ്കിലും നമ്മുടെ മനോഭാവം ഉണ്ട്, 2 രൂപത്തിൽ മനോഭാവം ഉണ്ട്, ഞാൻ അടുത്ത് പറഞ്ഞുതരാം. അപ്പൊ നമ്മളിലേക്ക് ഒഴുകാൻ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ് എന്ന ആയത്തിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുനിയ. ധനവും മക്കളും ദുനിയാവിന്റെ അലങ്കാരമാകുന്നു. പണവും മക്കളും നമ്മുടെ അലങ്കാരമാണ് എന്ന്. എന്തുകൊണ്ട് സൃഷ്ടാവ് ഇത് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഈ അലങ്കാരത്തെ സ്വീകരിക്കാൻ കഴിയുന്നില്ല? പണമാകുന്ന അലങ്കാരത്തെ നമുക്ക് എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാണ് ഇത്രയും പാവപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന, ഖുർആനിൽ വിശ്വസിക്കുന്ന, എത്രയോ ഖുർആൻ ഓതി അല്ലെങ്കിൽ ഖുർആൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ എന്തുകൊണ്ട് പണക്കാരാവുന്നില്ല? അപ്പൊ നമ്മളിൽ വലിയൊരു മൈനസ് മാർക്ക് പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദരിദ്രരുടെ എണ്ണം കൂടുതലും പണക്കാരുടെ എണ്ണം കുറവുമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അതിന് നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു ഘടകമുണ്ട്. നമുക്ക് പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ള അറിവുകൾ, കാരണം സാമ്പത്തിക വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നില്ല, എവിടുന്ന് ലഭിക്കണില്ല. പണം നേടാനുള്ള ജോലി നമ്മൾ പഠിക്കുന്നുണ്ട്. അതും ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. എല്ലാവർക്കും പഠിച്ച് ജോലി നേടാൻ കഴിയുന്നില്ല. ഈ കുട്ടികളൊക്കെ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പല പ്രശ്നങ്ങളിൽ പെട്ട്, പല സ്ട്രെസ്സിലൂടെയും ഡിപ്രഷനിലൂടെയും സെൽഫ് ഇമേജ് ഇല്ലാതെയും ആത്മവിശ്വാസം ഇല്ലാതെയും ഒക്കെ പകുതി വരെ പഠിച്ചും ഇനി അങ്ങോട്ട് പഠിക്കാൻ കഴിയൂല അല്ലെങ്കിൽ ജോലി കിട്ടൂല എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ വെച്ചുകൊണ്ട് പഠനം പകുതി ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഇപ്പം പണത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഗൾഫിലൊക്കെ പോയി നേടാൻ പറ്റിയ ആളുകൾക്ക്, അതുപോലെ ഇവിടെ തന്നെ പഠിച്ച് എന്തൊക്കെയോ ആവാൻ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് പണത്തിന്റെ കാര്യത്തിൽ ഉയർന്ന ഒരവസ്ഥയിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത്രയും എത്താൻ പറ്റാതെ കൂടുതൽ ആളുകൾ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നതാണ് നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്നത്. എത്രയോ കുടുംബങ്ങൾ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ സാമ്പത്തികമായി എങ്ങനെ കടം വീട്ടും, എങ്ങനെ സാമ്പത്തികമായി ഒരു പുരോഗതി ഉണ്ടാവും എന്ന് ആലോചിച്ച് കാലം കഴിയുന്നവരുണ്ട്. പക്ഷെ ഇതിന് എങ്ങനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം? നമ്മുടെ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെഗറ്റീവ് ചിന്തകളും മൈൻഡ് സെറ്റും, ചെറുപ്പം മുതൽക്കേ പണത്തോടുള്ള ഒരു മനോഭാവം ഉണ്ടാവും നമുക്ക്. ഈ ഒരു മനോഭാവങ്ങളൊക്കെ മാറ്റാൻ കഴിഞ്ഞാൽ, നെഗറ്റീവിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചാൽ, നമ്മുടെ എനർജി നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പരാജയങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മുടെ നമ്മുടെ എനർജി പോസിറ്റീവ് ആണെങ്കിൽ സന്തോഷവും സമാധാനവും പണവും ഐശ്വര്യവും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോ നമുക്ക് പാവപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ടത് എനർജിനെ ശരിയാക്കണം. പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ മാറ്റണം. പണത്തോടുള്ള മനോഭാവം മാറ്റണം എന്നതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത്, നമുക്ക് എല്ലാത്തിലും ഒരു 2 മനോഭാവമാണ്. ഇപ്പം ഒരു വീട്ടില് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് വിചാരിച്ചോളി. ഇപ്പൊ ഒരു ഉമ്മക്ക് 10 മക്കളുണ്ട്, 5 ആണും 5 പെണ്ണും ആണെങ്കിലും ചെറുപ്പം മുതൽക്കേ നമ്മൾ ഈ പെൺകുട്ടികൾ കണ്ടു വളരുന്നത് ഈ ആൺകുട്ടികളെ ഒരു ഉയർന്ന അവസ്ഥയിൽ ഒരു പരിഗണനയും സ്നേഹവും ഒക്കെ കൊടുത്ത് പെൺകുട്ടികൾ ആരാന്റെ പെരയിൽ പോകാനുള്ളവരല്ലേ എന്നുള്ള ഒരു മനോഭാവത്തോടെ വേർതിരിവിലൂടെയാണ്. ഇപ്പൊ ഒരു സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല പണവും ഭംഗിയൊക്കെ ഉള്ള കുട്ടികളെ തലയെ വെച്ചുകൊണ്ട് നല്ല പരിഗണന കൊടുത്തുകൊണ്ട് ഒന്നിനും കഴിയാത്തോലെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം.
ഇങ്ങനെ എല്ലായിടത്തും അവഗണന, ഒരു ഇങ്ങനത്തെ രണ്ട് മെന്റാലിറ്റി കണ്ടു വളർന്ന നമ്മൾ ഈ പണത്തിന്റെ കാര്യത്തിലും നമുക്ക് രണ്ട് നിലപാടാണ്. പണം നമുക്ക് ആരോ തരികയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് ആരെങ്കിലും ഒരു 10,000 രൂപ തരികയാണെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു 10 ലക്ഷം തരികയാണെങ്കിൽ നിങ്ങളെ അവസ്ഥ എന്തേക്കും? നിങ്ങളെ അവസ്ഥ എന്തേക്കും? പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും ഒരു 10 ലക്ഷം തരികയാണ്, അല്ലെ 10,000 രൂപ തരികയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ, അപ്പൊ നിങ്ങൾക്ക് എന്തേക്കും ഉണ്ടാവല്? സന്തോഷം. സന്തോഷമല്ല, ഭയങ്കര സന്തോഷം ഉണ്ടാവും, അല്ലേ? എന്നാൽ നിങ്ങൾ ഇതേപോലെ മറ്റൊരാൾക്ക് ഈ 10,000 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ബില്ല് അടക്കേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫൈന് അടക്കേണ്ടി വന്നു, ഈ 10,000 രൂപ അങ്ങനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്താ സംഭവിക്കുക? അവിടെ നമുക്ക് വേറൊരു മനോഭാവം. ശരിക്ക് രണ്ട് അവസ്ഥയിലും ഇപ്പൊ മനസ്സിലായില്ലേ നമുക്ക് എന്തുകൊണ്ട് പണം ഒഴുകുന്നില്ല, ആ എനർജി ബ്ലോക്ക് ആവാനുള്ള കാരണം മനസ്സിലായോ? ഒന്നിതാ, നമുക്ക് കിട്ടുമ്പോ ഭയങ്കര സന്തോഷാണ്, കൊടുക്കുമ്പോ വേറെ ഒരു വിഷമവും സങ്കടമൊക്കെയാണ്. രണ്ട് സന്ദർഭത്തിലും ഒരേ മനോഭാവം ഉണ്ടെങ്കിലാണ് പണം എന്താവല്, നമ്മളിലേക്ക് ഒഴുകല്. പിന്നെ നമുക്ക് പിന്നെ ഒരു മാസത്തിന് പിന്നെ നമ്മളെ കാര്യം എടുക്കാണ്ടാവില്ല. അങ്ങനെ കൊടുക്കേണ്ടി വന്നല്ലോ, എന്താ അപ്പൊ ഇത്, ഇങ്ങനെ ചൊറിഞ്ഞോടുക്കും മനസ്സ്, അല്ലെ? അസ്വസ്ഥമായിട്ടും. ഇതാണ് നമുക്ക് പണം ഒഴുകാതിരിക്കാനുള്ള മറ്റൊരു കാരണം. ഇനി അടുത്തത്, നമുക്ക് എത്രയാണ് നമ്മുടെ ലൈഫിൽ പണം വേണ്ടത് എന്ന് നമുക്ക് അറിയില്ല. എത്ര കിട്ടിയാലും മതി. ഇപ്പൊ നമ്മളൊരു ബാങ്കിലോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ, ഒരു ബാങ്കിലേക്ക് സാധനത്തിന് പോവുകയാണെങ്കിൽ നമ്മള് ബാങ്കിൽ ചെന്നിട്ട് പാസ്ബുക്ക് കൊടുത്തു കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നോളി എന്നാണോ നമ്മൾ പറയല്? അല്ല. നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്ത് തന്നോളി എന്നാണോ നമ്മൾ പറയല്? അല്ല. ഒരു ഹോട്ടലിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വിളമ്പിക്കോളി എന്ന് പറയല്ലേ നമ്മള്? ഇല്ല. പക്ഷെ പണത്തിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ഇത്ര വേണം എന്നറിയൂല. അപ്പൊ സൃഷ്ടാവിന് നമുക്ക് എത്ര തരുന്നത് എന്നുള്ളതും അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് എന്താവൂല, സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് റെഡി ആവൂല. ഇതൊക്കെ നമുക്ക് എന്താവുകയാണ്, ഇത്ര ഒരു വർഷത്തിന്റെ ഉള്ളിൽ 10 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ വേണം എന്ന ഒരു ഫോക്കസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ സംഖ്യ കിട്ടാൻ തീവ്രമായി ആഗ്രഹിക്കും. ചിന്ത എപ്പോഴും അതായിരിക്കും കൊണ്ടു നടക്കുക. ഇങ്ങനെ അപ്പൊ നമ്മുടെ മുന്നിൽ മാർഗങ്ങൾ തുറക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി ഈ വിവരം തന്നെ നമുക്കില്ല. ഒന്ന് അതാണ് കാരണം. നമുക്ക് ഭൗതികമായി വേണ്ടതൊക്കെ നമുക്കൊരു നിശ്ചിത തീരുമാനമുണ്ട്, ഇത്ര വേണം, ഇത്ര കിട്ടണം, ഇത്ര കൊടുക്കണം. പക്ഷെ നമ്മളെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എത്ര വേണം എന്നുള്ളതാണ് നമുക്ക് അറിയാതെ പോയത്. അതുപോലെ സ്വാർത്ഥ ചിന്തകളും സ്വാർത്ഥ താല്പര്യങ്ങളുമാണ് ഉള്ളത്. കാരണം എനിക്ക് എന്റെ ആവശ്യത്തിന് മതി, എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യന്, എന്റെ മക്കൾ, എന്റെ വീടും കഴിയാനുള്ള പൈസ മതി, പണം മതി. എന്റെ നാട്ടില് പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വാർദ്ധക്യത്താൽ കഷ്ടപ്പെടുന്ന ആളുകളെ, നോക്കാത്ത ആളുകളെയൊക്കെ എവിടെങ്കിലും ഒരു വാർദ്ധക്യ സഹജമായിട്ടുള്ളവരെ നിർത്താൻ പറ്റിയൊരു സ്ഥാപനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലൂടെ പോകുന്ന കുട്ടികളുണ്ട്, രക്ഷിതാക്കൾ മരണപ്പെട്ടാൽ ഇങ്ങനെയുള്ളവരെ ആര് നോക്കും? ഇങ്ങനെയുള്ളവർക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഒരു ഗതിയുമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിനെ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനത്തെയൊക്കെ വല്ല ചിന്തയും നമ്മളെ മനസ്സിക്ക് വരലുണ്ടോ? സത്യം പറഞ്ഞാൽ മതി. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല.
വരലുണ്ടോ? എനിക്ക് വീടുണ്ടാക്കാനുള്ള ഇല്ല. പണം വേണം. ആരാ പറഞ്ഞ? ഇല്ല, അങ്ങനെ ചിന്ത വരവില്ല. ഇല്ല. അപ്പൊ നമുക്ക് ഞമ്മക്ക് ഒഴുകൂല. അപ്പൊ ഞമ്മക്ക് എന്താവൂല? നമുക്ക് പത്മശ്രീ ഒക്കെ നേടി യൂസുഫ് അലി ഒക്കെ ഇപ്പൊ ജനങ്ങൾക്ക് കൊടുക്കുന്ന പങ്കാളിയായിരിക്കും. അയാൾക്ക് ഉണ്ടായിട്ടല്ലേ കൊടുക്കുന്നതെന്ന്. പക്ഷെ ആദ്യം ചിന്ത ഉള്ളത് കൊണ്ടാണ് ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയത്. നമ്മളെ ചിന്ത സ്വാർത്ഥാണ്. എനിക്ക് മാത്രം മതി, എന്റെ വീടുണ്ടാക്കാനുള്ള എന്റെ കടം വീട്ടാനുള്ള 10 ലക്ഷം മതി, അല്ല എന്റെ ഇതാക്കാനുള്ള എന്റെ വീടും എന്റെ പരിസരം, എന്റെ മക്കളെ പഠിപ്പിക്കാനുള്ള മതി, എന്റെ കുട്ടികളെ കെട്ടിക്കാനുള്ളത് മതി. അപ്പോ അതിലൂടെ നമുക്ക് എന്താവും? നമ്മുടെ മനസ്സിന് വിശാലതല്ല. അപ്പൊ തരുമോ? നമ്മളൊന്ന് പറഞ്ഞു തരി. അപ്പൊ തരുമോ? ഇല്ല. അപ്പോ എനർജിയിലേക്ക് എന്ത് വരും? ബ്ലോക്ക് വരും. എനർജിയിലേക്ക് ബ്ലോക്ക് വരും. ഇനി ചോറിനാജി ഉണ്ടാവോ? ഞാൻ ഓഫാക്കാനുള്ളത്. അപ്പോ അടുത്തത്, നമ്മളിലേക്ക് പണം എന്തുകൊണ്ട് ഒഴുകുന്നില്ല? നമ്മൾക്ക് പണക്കാരനാവാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ശതകോടീശ്വരനാവാൻ, അല്ലെങ്കിൽ സാധാരണ നമ്മളെ കാര്യങ്ങൾ നിറവേറ്റാൻ പോലുള്ള പണം നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നതാണ് ഞാൻ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. ഇനി അടുത്തത്, പണക്കാരോട് പൊതുവെ ഒരു പുച്ഛഭാവമാണ് പാവപ്പെട്ടവർക്ക്. ഓല് അറബിനെ യത്തീംഖാനയിലാക്കിയിട്ടാണ് പണ്ടൊക്കെ അങ്ങനെയും സംസാരിക്കല്. ഓപ്പ പണക്കാരനായത് ഓന്റെ അറബിനെ യത്തീംഖാനയിലാക്കി പോരാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും റിയൽ എസ്റ്റേറ്റ് നടത്തി മറ്റുള്ളവരെയൊക്കെ പറ്റിച്ചാണ് ഓൻ പണം ഉണ്ടാക്കിയത്. ഇങ്ങനെ ധനത്തോട് ഇല്ലാത്ത ആളുകളുടെ മനോഭാവാട്ടോ. ധനികനെ റെസ്പെക്ട് ചെയ്യാൻ, അല്ലെ ധനികനെ ആ ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഒന്നും പാവപ്പെട്ട ഒരാളുടെ മൈൻഡ് സെറ്റ് തയ്യാറാവില്ല. പിന്നെ ഈ പാവപ്പെട്ട ആളുകൾക്ക് ചിന്ത ഉണ്ടായാലും പണക്കാരായാൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. പണമില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണല്ലോ എനിക്കുള്ളത്, അതുകൊണ്ട് എനിക്ക് പണം ഇത്രയൊക്കെ മതി. എന്നിട്ട് പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കളെ കെട്ടിച്ച് കടം വരിക, അല്ലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് കടം വരികയാണെങ്കിൽ ടെൻഷൻ അടിക്കുക, രോഗം ഉണ്ടാക്കുക. പണക്കാരോട് ഒരു പുച്ഛഭാവം ഉണ്ടാവും. പണത്തിന്റെ ആവശ്യം നമ്മളെ ലൈഫിലേക്ക് വരുമ്പോൾ പണത്തിനോട് വേറൊരു മനോഭാവം നിലനിർത്തി, എനിക്ക് കടത്തുനിന്ന് മോചനം കിട്ടൂല, എനിക്ക് അങ്ങനെ ആവില്ല, ഇങ്ങനെ ആവില്ല, എന്റെ കുട്ടീന്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര കടം വന്നല്ലോ, അതിനിപ്പോ ഞാൻ എങ്ങനെ വീട്ടും, ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കി കടത്തിൽ പോകുന്നിടത്തായിരിക്കും ക്യാൻസറോ അല്ലെ വേറെന്തെങ്കിലും